ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് റോസ്റ്റ് ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാൽ ഒന്നുകൂടി ഞാനിവിടെ പരിചയപ്പെടുത്താം. അതിന് വേണ്ട സാധനങ്ങൾ: 2 മുട്ട, 1/2 ഗ്ലാസ് പാല്, 4 ബ്രെഡ്, 3 സ്പൂൺ പഞ്ചസാര, കുറച്ച് നെയ്യ്, വറക്കാൻ ആവശ്യമായ നെയ്യ്, ഏലക്ക. ഇനി ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് 2 മുട്ട ഒഴിക്കുക. അതിൽ അര ഗ്ലാസോളം പാലൊഴിക്കുക. പാലൊഴിച്ചിട്ട് 3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. 2 ഏലക്ക ചതച്ചത് ചേർക്കുക. എന്നിട്ട് മുട്ടയും പാലും പഞ്ചസാരയും ഏലക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല അടിച്ച് പതപ്പിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഇനി നമുക്ക് പാൻ കത്തിക്കണം. വെച്ച് കത്തിക്കുക. എന്നിട്ട് ഈ മിക്സിലോട്ട് ബ്രെഡ് ഡിപ്പ് ചെയ്യുക. ബ്രെഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം ആദ്യം നെയ്യ് പുരട്ടണമായിരുന്നു, നമ്മളത് പുരട്ടിയില്ല, എളുപ്പം പുരട്ടിയേക്കാം. നെയ്യ് പാനിൽ പുരട്ടിയിട്ട് ഈ ബ്രെഡ് കഷ്ണങ്ങൾ നമ്മളെ ഈ കൂട്ടിൽ മുക്കി ഫ്രൈ ചെയ്യുക. ഓരോന്നായിട്ട് മുക്കി ഓരോ സൈഡിലോട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത ശേഷം, നല്ല മുരിഞ്ഞ ശേഷം, നമ്മൾ അതിനെ തിരിച്ചിടാൻ പോകും. ചിലപ്പം പോപ്പാവാനിടയുണ്ട്, ക്ഷമിക്കുക. കഴിയുന്നത് ഞാൻ നന്നായി എടുക്കാൻ ശ്രമിക്കാം. കുഴപ്പമില്ല, നമ്മൾ ബ്രെഡ് റോസ്റ്റ് ശരിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വശവും കൂടി മൂക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റോസ്റ്റ് റെഡി. ഇത് മൂത്ത ശേഷം നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാം. ഇനി നമ്മുടെ ബ്രെഡ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഗതികൾ. വളരെ എളുപ്പമാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം.